അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 11 ശനിയാഴ്ച. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കെ ഉപാധികളുമായി ഇറാൻ. ചർച്ചയ്ക്ക് മുൻപ് തങ്ങളുടെ മരവിപ്പിച്ച സ്വത്ത് നൽകണമെന്ന് ഇറാൻ. ലെബനനിൽ വെടിനിർത്തൽ വേണം. ഹോർമൂസിൽ ടോൾ ഈടാക്കും. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം ചർച്ചയെന്ന് ഇറാൻ. ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇറാൻ ജനങ്ങൾക്ക് സ്ഫോടന മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട 3 പേർ ബീഹാറിൽ അറസ്റ്റിൽ. അമൻ തിവാരി എന്ന ബക്സർ സ്വദേശിയാണ് അറസ്റ്റിലായവരിൽ പ്രധാനി. 22 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാമെന്നും ഇതിന് തങ്ങൾക്ക് പാരിതോഷികം നൽകണമെന്നും ഇവർ അമേരിക്കയുടെ CIA ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. അതിർത്തി പ്രദേശങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് സൈനിക നീക്കങ്ങൾ പാക് ചാരസംഘമായ ISIക്ക് വേണ്ടി ചോർത്തിയ 11 യുവാക്കൾ ഡൽഹി പോലീസിന്റെ പിടിയിൽ. കപൂർത്തല, ജലന്ധർ, പത്താൻകോട്ട്, പട്യാല, മോഗ, അംബാല, കത്വ, ബീക്കാനീർ, അൽവാർ എന്നിവിടങ്ങളിലാണ് CCTVകൾ കണ്ടെത്തിയത്. ദൃശ്യങ്ങൾ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾക്കും ലഭ്യമാക്കിയെന്ന് സംശയിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പെൺകരുത്ത്. സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് റെക്കോർഡായി. ആകെയുള്ള സ്ത്രീ വോട്ടർമാരിൽ 81.19% പേർ വോട്ട് ചെയ്തു. പുരുഷന്മാരിൽ 75.19% മാത്രമാണ് വോട്ട് ചെയ്തത്. കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നാവശ്യപ്പെട്ട് AICCക്ക് താൻ കത്ത് നൽകിയെന്ന് വ്യാജപ്രചാരണം നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് KPCC അധ്യക്ഷനും പേരാവൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫ്. പരാതിയിൽ ഒരു നടപടിയുമില്ല. വൈകാതെ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടിന് നോട്ട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മൊഴിയെടുത്തു. RDO ഓഫീസിലെത്തിയാണ് ശോഭാ സുരേന്ദ്രൻ മൊഴി നൽകിയത്. BJPക്ക് വോട്ട് ചെയ്യാനായി പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ വോട്ടറായ വയോധികയ്ക്ക് പണം നൽകി എന്നാണ് പരാതി. യുദ്ധം മൂലം ഗൾഫിൽ മാറ്റിവെച്ച SSLC, +2 പരീക്ഷകൾ റദ്ദാക്കി. പരീക്ഷ നടത്തി മൂല്യനിർണ്ണയം പൂർത്തിയാക്കാൻ സമയമില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ ഓണം, ക്രിസ്മസ് പരീക്ഷകളുടെ ശരാശരി മാർക്ക് പരിഗണിച്ച് സർട്ടിഫിക്കറ്റ് നൽകും. +2 വിദ്യാർത്ഥികളുടെ +1 പരീക്ഷാ മാർക്ക് പരിഗണിക്കും. ബോണസ് മാർക്ക് നൽകാനും വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. കുംഭമേളയിലൂടെ വൈറൽ താരമായ 16-കാരിയെ കേരളത്തിലെത്തിച്ച് വിവാഹം കഴിച്ച ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് പോലീസാണ് കേസെടുത്തത്. 2009 ഡിസംബർ 30-നാണ് ജനനത്തീയതി. കേരളത്തിലെ DGPയോട് 22-ന് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഷോൺ ജോർജിന് പിന്നാലെ കത്തോലിക്ക സഭാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി PC ജോർജും. ചില മെത്രാൻമാർ UDFനു വേണ്ടി കുരയ്ക്കുകയാണെന്നും നിയമം പാലിക്കാത്തവരെ പാലിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മെത്രാൻമാർക്കെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച PC ജോർജിന് ശക്തമായ മറുപടിയുമായി കത്തോലിക്ക കോൺഗ്രസ്.
രാഷ്ട്രീയ പ്രവർത്തനം എന്നത് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപത. ദുരന്തബാധിതരെ രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചത് മനുഷ്യത്വരഹിതമെന്ന് ടി സിദ്ദീഖ്. ശ്രുതിയെ പച്ചക്കള്ളം പറഞ്ഞ് പ്രചാരണത്തിലേക്ക് വലിച്ചിഴച്ചു. ശ്രുതിയുടെ വീടിനുള്ള അപേക്ഷ മന്ത്രിസഭാ യോഗത്തിൽ നിരാകരിച്ചോ എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്നും സിദ്ദീഖ് ആവശ്യപ്പെട്ടു. സംവിധായകൻ രഞ്ജിത്ത് ജയിൽ മോചിതനായി. ലൈംഗികാതിക്രമ കേസിൽ 10 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. പോലീസ് ആസ്ഥാനത്തിന് മുന്നിലെ റോഡിൽ പോലീസുകാരുടെ കയ്യാങ്കളിയിൽ നടപടി. ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ മർദ്ദിച്ച കിരൺ എന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് ആസ്ഥാനത്ത് പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കിരണും ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വിശാഖും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. കേരളത്തിലും ആസാമിലും വോട്ടെടുപ്പ് പൂർത്തിയായെങ്കിലും തമിഴ്നാട്, ബംഗാൾ അടക്കം മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാത്തതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. വോട്ടർമാരെ സ്വാധീനിക്കാതിരിക്കാനുള്ള ഈ മുൻകരുതൽ പ്രകാരം പശ്ചിമബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് കഴിയുന്ന ഏപ്രിൽ 29 വൈകുന്നേരം മാത്രമേ ഫലങ്ങൾ പുറത്തുവിടൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണത്തിനിടെ തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയുടെ വാഹനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പരിശോധന. മധുര ശിവഗംഗ അതിർത്തിയിലാണ് വാഹനം തടഞ്ഞ് പരിശോധിച്ചത്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23 വോട്ടെടുപ്പ്. ഇന്ത്യയുടെ പ്രഥമ മനുഷ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാന്റെ മുന്നൊരുക്കങ്ങളിൽ നിർണായക കടമ്പ പിന്നിട്ട് ISRO രണ്ടാമത്തെ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കി. ശ്രീഹരിക്കോട്ടയിലായിരുന്നു പരീക്ഷണം നടത്തിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandroquet, the ultimate dandruff solution. ഉത്തർപ്രദേശിലെ മധുരയിൽ യമുന നദിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 10 പേർ മരിച്ചു. മരിച്ചവരിൽ 7 സ്ത്രീകളും ഉൾപ്പെടുന്നു. പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട MLA ഹുമയൂൺ കബീറുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവാദ സ്റ്റിംഗ് ഓപ്പറേഷൻ വീഡിയോ തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പശ്ചിമബംഗാളിൽ അയോധ്യയിലെ ബാബറി മസ്ജിദിന്റെ മാതൃകയിൽ പള്ളി പണിയാൻ ശ്രമിക്കുന്നവരുമായി BJPക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭാ MPയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു ജില്ലയിലെ അനന്തഗിരിയിലെ മുളകുമ്മി വെള്ളച്ചാട്ടത്തിൽ വിനോദയാത്രയ്ക്കെത്തിയ 3 കുട്ടികൾ മുങ്ങിമരിച്ചു. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് മൂവരും മുങ്ങിപ്പോയത്. ലെബനനിൽ വെടിനിർത്തലുമായി ഇസ്രയേൽ. ലെബനനെ ആക്രമിക്കരുതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ച് വിരട്ടിയെന്നാണ് റിപ്പോർട്ട്. ഇതോടെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. സമാധാന ചർച്ചകൾക്കായി ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം US-ലേക്ക്. ഇസ്രയേൽ ചർച്ചയ്ക്ക് തയ്യാറായതാണ് ഈ നയതന്ത്ര നീക്കത്തിന് വഴിയൊരുക്കിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്തുന്നതിനായുള്ള ഉന്നതതല അമേരിക്കൻ സംഘത്തെ നയിക്കാൻ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക്. ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് JD വാൻസ് പ്രതികരിച്ചു. സൗദി അറേബ്യൻ വിമാന കമ്പനിയായ സൗദിയ വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിക്കുന്നു. ദുബായ്, അബുദാബി, അമാൻ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബ്രിട്ടനിലെ രാജകുടുംബവുമായി ബന്ധമുള്ള കൊട്ടാരത്തിൽ കഞ്ചാവ് തോട്ടം. ചരിത്രപ്രസിദ്ധമായ പ്ലാസ് ഗ്ലിൻലിഫോൺ മാൻഷനിൽ നോർത്ത് വെയിൽസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത്. കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയിലെ മുറികളിലായിരുന്നു കഞ്ചാവ് കൃഷി.
IPL-ൽ രാജസ്ഥാൻ റോയൽസിന് തുടർച്ചയായ 4ാം ജയം. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 6 വിക്കറ്റിന് തകർത്താണ് രാജസ്ഥാൻ 1ാം സ്ഥാനത്ത് ലീഡ് ഉയർത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത് RCB ഉയർത്തിയ 202 റൺസ് വിജയലക്ഷ്യം രാജസ്ഥാൻ 18 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. വൈഭവ് സൂര്യവംശി 26 പന്തിൽ 78 റൺസ് അടിച്ചപ്പോൾ 43 പന്തിൽ 81 റൺസുമായി പുറത്താകാതെ നിന്ന ധ്രുവ് ജുറൈൽ രാജസ്ഥാന്റെ ടോപ്പ് സ്കോററായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.